നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മുഴുവൻ സ്വർണ്ണ കണിമംഗലം തറവാടിന്റെ ആധാരമായത് തലമുറകളായി കൈമാറി വരുന്നതാ. പക്ഷേ ഒരു കാര്യമേ ഉള്ളൂ, ഇത് ഇവിടെയുള്ള കാര്യം ഉർവശിക്കും കൽപ്പനയ്ക്കും അറിയാം. പക്ഷേ അവരാരും ഇതുവരെ ഇത് കണ്ടിട്ടില്ല. ഐശ്വര്യ നിങ്ങളൊരു പ്രോപ്പർട്ടി വിൽക്കാൻ ഏൽപ്പിച്ചു. അതിന്റെ യഥാർത്ഥ ഉടമ ആരാണെന്ന് അറിയണമെന്ന് നിങ്ങൾക്ക് തോന്നിയില്ലേ? ആ പ്രോപ്പർട്ടി കൈകാര്യം ചെയ്യാനുള്ള അധികാരം അവർക്കാണെന്ന് അവരെന്നോട് പറഞ്ഞിരുന്നു. അതിന്റെ ഒരു രേഖ അവരെന്നെ കാണിക്കുകയും ചെയ്തു. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രമാണം രജിസ്റ്റർ ചെയ്യുന്ന സമയത്താണല്ലോ നോക്കുക. മാത്രമല്ല, ശ്യാമ മേഡത്തിനെ പോലെയുള്ള ഒരാളുടെ പ്രോപ്പർട്ടിയെ കുറിച്ച് അങ്ങനെ ഒരു തർക്കം വരാൻ സാധ്യതയില്ലെന്ന് എനിക്ക് തോന്നി. തർക്കമുണ്ട്. ഐശ്വര്യ നിങ്ങളെ കാണിച്ചിരുന്ന ആ കരാറ് നിങ്ങളൊന്ന് നന്നായിട്ട് വായിച്ചിരുന്നെങ്കിൽ എനിക്കിത് നിങ്ങളോട് പറയേണ്ടി വരുമായിരുന്നില്ല. ആ പ്രമാണത്തിൽ വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്റെ മകൾ പ്രായപൂർത്തിയാകുന്നത് വരെയാണ് ഐശ്വര്യയ്ക്ക് എന്റെ പ്രോപ്പർട്ടിയിലുള്ള അധികാരം. ഇപ്പൊ എന്റെ മകൾ പ്രായപൂർത്തിയായി. അതോടെ ഐശ്വര്യയ്ക്ക് ആ അവകാശവും നഷ്ടപ്പെട്ടു. മേഡം, ശ്യാമയുടെ മകള് ജീവിച്ചിരിപ്പില്ലാന്ന് ഐശ്വര്യ പറഞ്ഞു കാണും അല്ലേ? അതെ, എന്നോട് അങ്ങനെയാ പറഞ്ഞത്. അത് കള്ളമാണ്. എന്റെ മകൾ ജീവിച്ചിരിപ്പുണ്ട്. എന്റെ പേരിലുള്ള എല്ലാ പ്രോപ്പർട്ടിയും അവൾക്ക് മാത്രം അവകാശപ്പെട്ടതാ. അതിലൊരു തരി മണ്ണ് പോലും ഞാനോ എന്റെ മകളോ വിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. നേരിട്ട് അത് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ വേണ്ടിയാ ജഗദീഷിനെ ഞാനിപ്പോ വിളിപ്പിച്ചേ. നന്നായി മേഡം. ഇത്രയും പ്രശ്നങ്ങളുള്ള ഒരു വസ്തുവാണെങ്കിൽ ഞാൻ ഈ ഒരു കച്ചവടത്തിന് നിൽക്കുന്നില്ല. ഞാൻ ഐശ്വര്യ മേഡത്തെ കണ്ട് നേരിട്ട് സംസാരിച്ചോളാം. നിങ്ങളെ ഐശ്വര്യ ബുദ്ധിമുട്ടിച്ചതിലും തെറ്റിദ്ധരിപ്പിച്ചതിലും എനിക്ക് വിഷമമുണ്ട്. പക്ഷേ കാര്യങ്ങൾ തുറന്നു പറയാതെ എന്തെങ്കിലും നീക്കം നടത്തിയാ അത് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാവുമല്ലോ എന്നാ ഞാൻ കരുതിയത്. തീർച്ചയായിട്ടും ആവുമായിരുന്നു മേഡം. ഇനി എനിക്ക് ഇറങ്ങാമല്ലോ. ഐശ്വര്യ ഇനിയും നിങ്ങളെ സമീപിച്ചെന്ന് വരും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ നിങ്ങൾക്ക് എന്നോട് നേരിട്ട് വന്ന് സംസാരിക്കാം. ആയിക്കോട്ടെ മേഡം, ഞാൻ ശ്രദ്ധിച്ചോളാം. എന്നാ ശരി. ശരി. ശ്യാമേ, മോള് ജീവിച്ചിരിപ്പുണ്ടെന്ന് എല്ലാവരോടും പറഞ്ഞ അപകടമാകോ? അയാളത് ഐശ്വര്യോട് പറഞ്ഞാലോ? അയാളത് പറയില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം ഐശ്വര്യ എടുത്ത് ചെയ്ത ഒരു ചതിയ. അവർ തമ്മിൽ സംസാരം ഉണ്ടാവും. എടുത്ത് പേടിക്കണ്ട. മുത്തശ്ശി, എന്നെ വിളിച്ചായിരുന്നോ? ആ, ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്കെ. എന്താ മുത്തശ്ശി? ഇങ്ങനെ ക്ഷമിക്കാനും സഹിക്കാനുള്ള കഴിവ് എന്റെ കുട്ടിക്ക് എവിടെ നിന്നാ കിട്ടിയേ? കൽപ്പന ആക്ഷേപിച്ചപ്പോ മനസ്സ് നൊന്തിട്ടുണ്ടാവുമല്ലേ? പക്ഷേ ഒന്നും കാണിക്കാതെ നടക്കുന്നുണ്ടല്ലോ. നമ്മുടെ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം എന്താ? ഏട്ടന്റെ ചികിത്സ. നമ്മളെല്ലാവരും സ്വപ്നം കാണുന്ന പോലെ ഏട്ടൻ എഴുന്നേറ്റ് നടക്കണ്ടേ? അതിന് എന്നെ ആരെങ്കിലും ചീത്ത പറയോ ആക്ഷേപിക്കോ എന്താണേലും കുഴപ്പമില്ല. പക്ഷേ ഉള്ളി തട്ടിയ വേദനയ്ക്ക് ഒരു പരിഹാരം ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. പരിഹാരോ? ഞാനൊരു കാഴ്ച കാണിച്ചു തരാം. രാധിക മോൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാഴ്ച. അതെന്താ ഇപ്പോ? അതൊക്കെയുണ്ട്. കാഴ്ച കണ്ടതിന് ശേഷം ഇഷ്ടമായോ എന്ന് പറഞ്ഞാ മതി.
കാഴ്ച. തിരക്ക് പിടിക്കല്ലേ കുട്ടി. ആ, തുറന്നു നോക്ക്. എന്റെ ഭഗവാനെ, എന്താ ഇത്? മുഴുവൻ സ്വർണ്ണമാ. കണിമംഗലം തറവാടിന്റെ ആധാരമായത്. തലമുറ തലമുറകളായി കൈമാറി വരുന്നതാ. പക്ഷേ ഒരു കാര്യമേ ഉള്ളൂ, ഇത് ഇവിടെയുള്ള കാര്യം ഉർവശിക്കും കൽപ്പനയ്ക്കും അറിയാം. പക്ഷേ അവരാരും ഇതുവരെ ഇത് കണ്ടിട്ടില്ല. ഇഷ്ടായോ എന്റെ കുട്ടിക്ക്? ഇഷ്ടായോന്നോ? ഇതിനേക്കാളും വലിയൊരു കാഴ്ച എന്താ എന്നെ കാണിക്കാനുള്ളത്? ഈ ഭഗവാന്റെ മുന്നിലല്ലാതെ വേറെ എവിടെയാ സങ്കടങ്ങളും ഭാരങ്ങളും ഒക്കെ ഇറക്കി വെക്കുക? മുത്തശ്ശി അവർക്കൊന്നും കാണിച്ചു കൊടുക്കാതെ ഇത്രയും പ്രാധാന്യത്തോടെ ഇത് എന്നെ കാണിക്കാൻ തോന്നിയല്ലോ. മനസ്സ് നിറച്ചും ഭക്തി നിനക്കല്ലേ. കണ്ണന്റെ പ്രിയപ്പെട്ടവള് നീയല്ലേ. നിനക്കല്ലാതെ വേറെ ആർക്കാ ഞാനിത് കാണിച്ചു കൊടുക്ക? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.